ഒരു ചെറു നാടകമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിലെ കാഴ്ചകളും സംഭാഷണങ്ങളും ഒന്നും പുതുമയുള്ളതല്ല. നമുക്ക് ചുറ്റും ആവർത്തിക്കുന്ന ചില പതിവ് യാഥാർത്ഥ്യങ്ങൾ മാത്രം. വിനയപൂർവ്വം ആരംഭിക്കട്ടെ. തണൽ മരങ്ങൾ. ആവശ്യം നേരത്ത് നമ്പർ നോക്കിയാൽ കിട്ടില്ല. എവിടെ പോയി എടുക്കാം നമ്പറൊക്കെ. ഹലോ, ഇറച്ചിക്കടയല്ലേ? എന്ത് പോലീസ് സ്റ്റേഷനാണെന്നാ? അയ്യോ സോറി 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 സാറേ സോറി. എന്താ ആവശ്യം നിനക്ക് പറ്റിയത്? വല്ലതും പറ്റിയോ? വല്ല തൈലോ കുഴമ്പോ പറ്റി. മക്കള് വരണതല്ലേ, ഇനി അവര് വരുമ്പോ വയ്യാണ്ടിരിക്കണ്ട. അവനെന്നെ വിളിക്കാറില്ലല്ലോ, എല്ലാ വിളിക്കലും നിന്നല്ലേ. കുറ്റപ്പെടുത്തിയതല്ലടി, അവൻ നമുക്കൊരു മോനല്ലേ ഉള്ളൂ. എന്തൊക്കെ പ്രതീക്ഷകളാ. എന്നിട്ടിപ്പോ പുതിയ തലമുറയിലെ പിള്ളേരാകുമ്പോ നമ്മുടെ അടുത്തൊന്നും അവര് നിൽക്കില്ല. എല്ലാ കുടുംബങ്ങളുടെ സ്ഥിതി അത് തന്നെയാണ്. നമുക്ക് ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോവാന്നേ. നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ആലീസേ? അത് ഇനി പറഞ്ഞിട്ട് നീ എന്താ കാര്യം? നമ്മൾ തന്നെയല്ലേ അവനെ സന്തോഷത്തോടു കൂടി വിദേശത്തേക്ക് പഠിപ്പിക്കാൻ വിട്ടത്. എല്ലാം നമ്മുടെ നിയോഗം, എല്ലാം സഹിക്കുക, അല്ലാതെന്താ. ഇപ്പൊ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നേരം ഒരുപാടായല്ലോ, ഇതുവരെ എത്തിയല്ലോ. അമ്മച്ചി ഞാൻ വന്നോട്ടാ. നീ എന്താ അത്ര നേരം വൈകിയത്? എന്റെ മോൾക്ക് 2 ദിവസമായിട്ട് നല്ല പനിയാണ്. നീ അവിടെ ഡോക്ടറെ കാണിച്ചില്ലേ? ഡോക്ടറെ അടുത്ത് പോയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നേരം വൈകിയത്. എന്നിട്ട് മോളെ എവിടെ ഉണ്ടാക്കി? അതൊന്നും പറയണ്ട അമ്മച്ചി. അപ്പുറത്തെ വീട്ടിലാക്കി പോരുക. അവിടെ ഒരു പെൺകുട്ടിയല്ലേ, ഇപ്പോഴത്തെ കാലത്ത് എന്ത് വിശ്വസിച്ച് അവിടെ ഇവിടെ നിൽക്കും. അമ്മച്ചി ഒരു കാര്യം ചെയ്യോ, മോള് വരുമ്പോ എന്റെ മോളെ ഒന്ന് അവിടെ ആക്കാൻ പറയോ? ഞാൻ സിസ്റ്ററിനോട് പറയാം എല്ലാ കാര്യം. അവൾ നോക്കിക്കോളും നിന്റെ മോളുടെ കാര്യം. എനിക്കപ്പോ സമാധാനമായിട്ട് ഇങ്ങനെ വരാലോ അമ്മച്ചി. ശരി, പോട്ടെ. ലക്ഷ്മി, അകത്തെ ഇറച്ചി മീനും വെളിച്ചു വെച്ചിട്ടുണ്ട്. ഇറച്ചി കൂർക്കിട്ടിട്ട് വേണം വെക്കാൻ. മീൻ നല്ല കൊടപ്പുളി ഇട്ട് ടേസ്റ്റിൽ വെക്കണം. നമ്മുടെ റോബിമോൻ അതല്ലേ ഇഷ്ടം. മീൻ ബ്രാലാണ്. അത് അടക്കണ കഴിഞ്ഞ് നല്ലോണം ഉരച്ചേക്കണേ. ഞാൻ നല്ല തേങ്ങാപ്പാൽ വെച്ച് അടിപൊളിയായിട്ട് വെക്കാൻ വെച്ചി. വേഗം പോയി ചെയ്യാൻ. ആലീസേ, ഈ കച്ചിങ്ങെടുത്ത് ഏതായാലും 2 വാഴയില മുറിക്കാം. മക്കളൊക്കെ വരുന്നതല്ലേ, ഇന്ന് ഉച്ചയ്ക്ക് സദ്യ ആവട്ടെ. എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വാഴയില വെക്കാൻ പോകുന്നത്? അവരൊന്ന് വാഴയില ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അതല്ലടി, പണ്ട് അവന് സ്കൂളിൽ പോകുമ്പോ പൊതിച്ചോറ് വലിയ ഇഷ്ടമായിരുന്നല്ലോ, അതുകൊണ്ട് അവന് വലിയ ഇഷ്ടാവും. നീ കച്ചിങ്ങെടുക്ക്. ആലീസേ, നീ ഇതങ്ങോട്ട് വെച്ച്. അവൻ വിളിച്ചിരുന്നോ? അവൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ഞങ്ങൾ ഭക്ഷണം കഴിച്ചോ? നേരെ ഒരുപാടായില്ലേ. ഞങ്ങൾക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ. ഭക്ഷണം കഴിച്ചിട്ട് വേണ്ടേ മരുന്ന് കഴിക്കാൻ. അവര് വന്നോളൂ. അതല്ലടി, മക്കള് വരട്ടെ. അവരോട് കൂടെ ഭക്ഷണം കഴിച്ചിട്ട് കുറെ നാളായില്ലേ. സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. അവര് വരുന്നുണ്ടെന്ന് വന്നു തോന്നണെനിക്ക്. നിങ്ങൾ അവര് വരുമ്പോ സന്തോഷത്തോടു കൂടി സംസാരിക്കണം. അവള് ആദ്യമായിട്ടല്ലേ നമ്മുടെ വീട്ടിലേക്ക് പറഞ്ഞത്. ശരിയാണോ വന്നത്?
അതെ അതെ നെടുമ്പാശ്ശേരിയിലാണ് എത്തിയത്. പക്ഷെ ഫ്ലൈറ്റ് വളരെ ലേറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് എത്താൻ താമസിച്ചത്. അമ്മച്ചി, ഇത് ഞാൻ പറഞ്ഞ ധന്യ. മോളെ യാത്രയൊക്കെ സുഖായിരിക്കുന്നോ? ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. അല്ല അമ്മച്ചി, ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് വരുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചു പുറത്തുനിന്ന്. പിന്നെ ധന്യക്ക് ഇഷ്ടം ഫാസ്റ്റ് ഫുഡാണ്. അതുപോലെ തന്നെ എന്റെ ശീലങ്ങൾ അമ്മച്ചിക്ക് അറിയാലോ, എനിക്ക് കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കണം. അതിനാൽ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വരുന്നത്. മക്കളെ, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങളുടെ കൂടെ കുറച്ച് ഭക്ഷണമെങ്കിലും കഴിക്കാം. നിങ്ങൾ വായോ മക്കളെ, വായോ. നോ 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 ഗോപി, ഇവിടുത്തെ ഭക്ഷണമൊന്നും ഹൈജീനിക് ആവില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട. ഓ കറക്റ്റ്. ആലീസേ, ഈ വിളക്ക് വെച്ച ഭക്ഷണം മകത്തേക്ക് എടുക്കണ്ട. എനിക്കുമല്ലേ വിശപ്പ്. നീ ഇല വെക്ക്. മക്കൾ വലുതായാൽ അവരുടെ കാര്യമൊന്നും നമ്മൾ ചിന്തിക്കരുത്. അതാണ് പുതിയ ലോകം നൽകുന്ന പാഠം. ബൈബിളിലൊരു കഥയില്ലേ, വിളിച്ചവർ വരാതിരുന്നപ്പോൾ വിളിക്കാത്തവർ നമ്മൾ കൂടെ സജ്ജപ്പെടുത്ത കഥ. അതുകൊണ്ട് ആലീസ് അകത്ത് ചെന്ന് ഇല വെക്ക്. ഒന്നല്ല 3 എണ്ണം. അവർക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞത്, പിന്നെ ആർക്കാ? നീ അവളെ വിളിക്കേ, ലക്ഷ്മിയെ. അവളും കൂടി ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും ആലീസ്. ധന്യ, നിനക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. റോബിന്റെ വീട് എത്ര ബ്യൂട്ടിഫുള്ളാ. അതെ അതെ. ഈ കാണുന്ന എല്ലാ പ്രോപ്പർട്ടിയുടെയും അവകാശി റോബിൻ മാത്രമല്ലേ? നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാതെ മെയിനായിട്ട് വന്നേക്കണത്. പക്ഷേ Yes, അത് ശരിയാ ധന്യ പറഞ്ഞത്. പക്ഷെ എന്നെ ഇതുവരെ വളർത്തി വലുതാക്കിയതിന്റെ പിന്നിൽ എന്റെ പാരന്റ്സിന് ഒരുപാട് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ പറയാനുണ്ടാവും. അവരോട് എടുത്തു ചാടി ഞാൻ ഇതെല്ലാം എങ്ങനെ പറയും? സന്ദർഭോചിതമായി നമുക്ക് വേണ്ടത് ചെയ്യാം. എനിക്ക് ഇവിടുത്തെ ലൈഫ് സ്റ്റൈലൊന്നും ഒട്ടും ഇഷ്ടമായിട്ടില്ല. അതെ, അത് എനിക്ക് വന്നു കയറിയപ്പോൾ തന്നെ ധന്യയെ കണ്ടപ്പോൾ മനസ്സിലായി. റോബിൻ അധികം സെന്റിമെന്റൽ ആവണ്ട. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. മോളോ, എന്താ പതിവില്ലാതെ ഒന്നും മുന്നറിയിപ്പില്ലല്ലോ? അല്ല, എന്റെ വീട്ടിലോട്ട് വരാൻ എനിക്ക് അറിയിപ്പ് തരണോ? കർത്താവിനെ കെട്ടിച്ചു കൊടുത്തെന്ന് വെച്ച് വീട്ടിലോട്ട് വരാതിരിക്കണമെന്നുണ്ടോ? അതല്ല മോളെ അപ്പച്ച ഉദ്ദേശിച്ചത്. എവിടെയുണ്ട് ചേട്ടായി? അവനകത്തുണ്ട്. ചേട്ടായി, മോളെ ആരും അമ്മച്ചിയോ? എന്ത് പറയട്ടെ, സുഖായിരിക്കുന്നു. ഇതായിരിക്കുന്നു. എവിടെ ചേട്ടായി? ഒന്നും പറയണ്ട മോളെ. അവൻ വരുന്നറിഞ്ഞപ്പോ അപ്പച്ചന് വളരെയധികം സന്തോഷമായിരുന്നു. അപ്പൊ അവൻ ആളൊക്കെ മാറി. എന്തൊക്കെയോ അവന് പ്രശ്നമുള്ള പോലെ തോന്നുന്നു. അതൊക്കെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ വെറുതെയുള്ള തോന്നലാണ്. മോളെ, അവൻ ഭക്ഷണം കഴിച്ചില്ല. അതെ, അവന് നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് അവന് വിഷമം ഉണ്ടാവും. അതുകൊണ്ട് അമ്മച്ചി മോളെ, ഭക്ഷണം കഴിച്ചോ? അത് നല്ല കാര്യം. നല്ല വിശപ്പുണ്ട് എനിക്ക്. മഠത്തിലെ സിസ്റ്ററിന്റെ ഫീസ്റ്റ് പോലും വേണ്ടാന്ന് വെച്ച് ഞാൻ അമ്മച്ചിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ രുചിയേറിയ ഭക്ഷണം കഴിക്കാനല്ലേ ഓടി വന്നത്. മോളെ, എല്ലാ ഭക്ഷണം അമ്മച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കറികളും. ആ കറികളൊക്കെ കഴിച്ചിട്ട് ഞാൻ നിന്നെ വിടത്തുള്ളൂ. ആരിത് ലക്ഷ്മി ചേച്ചിയോ? കുറെ കാലായി ലക്ഷ്മി ചേച്ചിയുടെ കൈ എന്ത് പറയണു മോള്? ലക്ഷ്മി, ഈ സിസ്റ്റർക്കുള്ള ഭക്ഷണം പോയി അവിടെ വെച്ച് ഇനിയുള്ള വർത്തനങ്ങളൊക്കെ അവിടെ നിർത്ത്. നീ എപ്പോഴാ വന്നത്? ആ, ചേട്ടായോ? ഞാൻ വന്ന് കുറച്ച് സമയമായി. എവിടെയാണ് ചേട്ടായി? ഞാന് റൂമിൽ അല്പനേരം വിശ്രമിക്കുകയായിരുന്നു. പിന്നെ നിന്റെ വക്കീൽ പണിയൊക്കെ ഏതുവരെയായി? അതൊക്കെ പാസ്സായെന്നുള്ളൂ ചേട്ടാ. ഇപ്പൊ ഒരു ഓർഫനേജ് ഉണ്ട്, അതിൽ കുറച്ച് കുട്ടികളും ഉണ്ട്. ഓർഫനേജിന്റെ കുറച്ച് കേസുകളുണ്ട്. അതൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒന്നുമില്ല. നിനക്കെപ്പോഴും മഠത്തിലെയും അതുപോലെ അനാഥാലയത്തിലെയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. നിന്റെ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അല്ലെ,
എനിക്ക് ചേട്ടനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ ഈ പള്ളിയിൽ വെച്ച് കെട്ടേണ്ട കാര്യം? ഓ, കല്യാണക്കാര് ആ, ഇത് ഞാൻ അന്നേ വിട്ടു. എനിക്കിപ്പോ ഈ പള്ളിയോടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടൊന്നും വലിയ വിശ്വാസവും താല്പര്യമൊന്നുമില്ല. ലോകത്തിൽ ഒരു മതം മാത്രമൊന്നും അല്ലല്ലോ ഉള്ളത്. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെന്താ ചേട്ടായി അങ്ങനെ പറയുന്നത്? ഒരു കാലത്ത് ചേട്ടായി പള്ളിയിൽ നിന്ന് ഇറങ്ങാത്ത ആളായിരുന്നു. ഇപ്പോൾ എന്ത് പറ്റി? മോനെ റോബിൻ ദൈവദൂഷണം പറയരുത് നീ. നിന്റെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടോ? ദൈവദൂഷം പറഞ്ഞത് ഞാനല്ല, നിങ്ങളാ. നിങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങളെ വയസ്സുകാലത്ത് വലിയ നിങ്ങളോട് അമ്മയും മകനും കൂടി എന്നോട് വലിയ വേദോപദേശമൊന്നും ഉപദേശിക്കേണ്ട. ഞാൻ ഇത്രയും കാശ് ചെലവാക്കിയിട്ട് ഇവിടെ വന്നത് എനിക്ക് ചില പ്ലാനുകളുണ്ട്. അത് നേടിയേ ഞാൻ ഇവിടുന്ന് പോകും. എന്തിനാ ഈ സംസാരമൊക്കെ? ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇവരെന്തിനാ ഈ സംസാരമൊക്കെ പറയുന്നത്? ഈ വയസ്സാം കാലത്ത് ഇവർക്കൊക്കെ വലിയ പുണ്യം മൂത്തിട്ട് ഈ വീടും സ്വത്തുമെല്ലാം ഇവർ വല്ല അനാഥാലയത്തിന് എഴുതി കൊടുക്കുവാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലിന് വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. മോനെ റോബിൻ, നിനക്ക് ഊണ് കിട്ടിയപ്പോ നിന്റെ വെളിവ് നഷ്ടപ്പെട്ടോ? ഇല്ലില്ല, വെളിവുകൾ നഷ്ടപ്പെട്ടത് നിങ്ങൾക്കാ, എനിക്കല്ല. നിങ്ങൾക്ക് ഇതെല്ലാം ചേർത്ത് എഴുതി കൊടുക്കുവാൻ വേണ്ടിയല്ല ഇവളിവിടെ എന്നും കയറി ഇറങ്ങുന്നത്. നിർത്തണ നിന്റെ അഹങ്കാരം പറച്ചില്. ഇത് ഞങ്ങളുടെ വീടാ. ഇവിടെ ആരൊക്കെ വരണം പോണമെന്ന് തീരുമാനിക്കുന്നത് നീയല്ല, ഞങ്ങളാ. അപ്പച്ചാ, ചേട്ടായിക്ക് ഞാനിവിടെ വരുന്നതാണ് ഇഷ്ടമില്ലാത്തെങ്കിൽ ഞാൻ ഇനി ഇവിടെ വരുന്നില്ല. അപ്പച്ചനും അമ്മച്ചിക്കും എപ്പോൾ എന്നെ കാണുന്നു തോന്നുന്നു അപ്പോൾ മടത്തിലോട്ട് വന്നാൽ നീ എവിടെ പോണം? അവിടെ നിൽക്ക്. ഇവിടെയൊക്കെ എടുക്കുന്ന ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കയറ്റിയപ്പോൾ ഞങ്ങൾ എതിർത്തു. അതിലെന്താ തെറ്റ്? ഊരും പേരുമില്ലാത്ത അവള് നിന്റെ ജീവിതം തകർക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങളൊന്ന് മുടക്കിയത്. നീ എന്താ ചെയ്തത്? അവളെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ മാരേജും കഴിഞ്ഞ് കൂടെ കൂട്ടി നാട് വിട്ടു. ഇപ്പോൾ വന്നിരിക്കുന്നു അപ്പന്റെ സ്വത്തിന് കണക്ക് പറയാൻ. അപ്പച്ചാ, വേണ്ട, നിർത്ത്. ഇല്ല മോളെ, ഇതെല്ലാം പറയാൻ എനിക്കിപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അവർ വിളിച്ചപ്പോഴാ ഞാനത് അറിഞ്ഞത്. മോനെ റോബിൻ, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? ആലീസ്, അവനൊന്നും നമ്മളെ അന്വേഷിക്കാറില്ല. അവനും നമ്മളെ ആവശ്യമില്ല. അല്ലെങ്കിൽ അവൻ എന്നെ വിളിക്കുമായിരുന്നു. അപ്പച്ചാ, നമുക്കെല്ലാം ചേട്ടായി പറഞ്ഞ് മനസ്സിലാക്കാം. വിഷമിക്കാതിരിക്കേ. എന്ത് മനസ്സിലാക്കാൻ മോളെ? അവൻ വിളിക്കുമ്പോൾ സ്നേഹത്തോടെയുള്ള ഒരു വിളി ഞാൻ പ്രതീക്ഷിച്ചു. പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ കേൾക്കാൻ കൊതിക്കുന്ന ഒരു ശബ്ദമുണ്ട്, മക്കളുടെ സ്നേഹം നിറഞ്ഞ ശബ്ദം. അതുപോലും അവൻ എനിക്ക് തന്നില്ല മോളെ. നമുക്ക് പോകാം. കാർ റെഡിയായി. നമ്മൾ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഒരു മാനേഴ്സ് ഇല്ലാത്തവരാ നിങ്ങളുടെ പാരന്റ്സ്. ചേട്ടായി കുറച്ച് ആ ലക്ഷ്മി ചേച്ചിയോട് ഇവിടെ വന്ന് നിൽക്കാൻ പറ. ഞാനല്ലാതെ എന്ത് ചെയ്യും? മോളെ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ നടത്തുന്ന അനാഥാലയത്തിൽ ഞങ്ങൾക്ക് കൂടി മുറി തരാം. നീ മദറിനോടൊന്ന് പറയോ? അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകും മോളെ. കുറച്ചു വർഷങ്ങൾക്കു ശേഷം ലൈറ്റ്സ് ഓൺ. മോളെ, ഇവിടെ ആരും ഇല്ലേ? അമ്മേ അമ്മേ നീ അങ്കിൾ വന്നിരിക്കുന്നു. ഇത്
ഞാൻ പിന്നെ വരുന്ന ഫോട്ടോയിലെ ഏറ്റവും പ്രിയപ്പെട്ട റോബിൻ മോൻ അറിയുവാൻ നിന്നെ ഇനി എന്ന് കാണും എന്ന് തീർച്ചയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കത്ത് എഴുതേണ്ടി വന്നത്. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി, ഒരുപാട് മാറ്റങ്ങളും. എന്നിരുന്നാലും നീ എന്നെങ്കിലും ഞങ്ങൾ അന്വേഷിച്ചു വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾ സംരക്ഷിക്കുക എന്നത് എക്കാലത്തും മക്കളുടെ കടമയാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു നിൽക്കാനാവില്ല. കാലം വരുത്തിയ മാറ്റത്തിന് നിനക്ക് ഇവിടെ നിൽക്കാനോ എനിക്ക് അവിടെ നിൽക്കാനോ സാധിക്കുകയില്ല. എന്നിരുന്നാലും ഇടയ്ക്കിടെ നിന്റെ സ്നേഹം നിറഞ്ഞ സ്നേഹം ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. സാരമില്ല, ഞങ്ങളുടെ സംരക്ഷണം സിസ്റ്റർ റോസ് ഏറ്റെടുത്തു. വരും കാലങ്ങളിൽ ഇത്തരം മാതാപിതാക്കൾക്കായി കുറച്ച് സ്ഥലം അവർക്കും നൽകി. ആരുമില്ലാത്തവളും എന്നാൽ ഞങ്ങൾക്ക് എല്ലാമായിരുന്ന ലക്ഷ്മിയും മകളും തൽക്കാലം ഇവിടെ സുരക്ഷിതരാണ്. ബാക്കിയെല്ലാം നിനക്ക്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ ചാച്ചിയും അമ്മച്ചിയും. ഭൂമിയിൽ മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രാശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. എനിക്ക് പോകണമെന്നുണ്ട്.